കൊച്ചിയിൽ ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചതിന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച യുവതിയും സംഘവും അറസ്റ്റിൽ. ഹണി ട്രാപ്പിൽ കുടുക്കാൻ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തിയാണ് യുവതി ഉൾപ്പെടുന്ന സംഘം മർദ്ദിച്ചത്. കൊല്ലം സ്വദേശിയായ സംസാരശേഷിയില്ലാത്ത യുവാവിനാണ് മർദ്ദനമേറ്റത്. കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരനായ യുവാവും പറവൂർ സ്വദേശിയായ സഫാന ഷുക്കൂറും സമൂഹമാധ്യമം വഴി പരിചയമുള്ളവരാണ്. ഈ മാസം 22-ന് വൈകിട്ട് പനമ്പള്ളി നഗർ സൗത്ത് പാലത്തിനടുത്തുള്ള ഹോട്ടലിലേക്ക് യുവാവിനെ സഫാന വിളിച്ചു വരുത്തി. ഹണി ട്രാപ്പായിരുന്നു ലക്ഷ്യം. യുവാവ് ഹോട്ടലിലെത്തിയപ്പോൾ ശുചിമുറിയിൽ ഒളിച്ചിരുന്ന പ്രതികൾ യുവാവിനെ ഭീഷണിപ്പെടുത്തി. വിവസ്ത്രനാക്കി സഫാനയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. ഇതിന്റെ ചിത്രങ്ങൾ പകർത്താനായിരുന്നു പദ്ധതി. എതിർത്തപ്പോൾ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. പ്രതികൾ മാറി മാറി യുവാവിന്റെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ ഒരാൾ ടോർച്ച് ഉപയോഗിച്ച് യുവാവിന്റെ വലതു കൈപ്പത്തിക്കടിച്ചു. നട്ടലിനു പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ്. ചൊവ്വാഴ്ച വൈകിട്ട് യുവാവ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംസാരശേഷിയില്ലാത്ത യുവാവിനോട് ആംഗ്യഭാഷാ വിദഗ്ധരുടെ സഹായത്തോടെയാണ് പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. പറവൂർ സ്വദേശി സഫാന ഷുക്കൂർ, ഇരുമ്പനം സ്വദേശി അമൽ വേണുഗോപാൽ എന്നിവരെ കാക്കനാട്ടെ ഹോട്ടലിൽ നിന്നും, വൈറ്റില സ്വദേശി ജോൺ രാഹുൽ, മരട് സ്വദേശി ആനന്ദ് മുരുകൻ എന്നിവരെ വീടുകളിൽ നിന്നും പോലീസ് പിടികൂടി. യുവാവിന്റെ നഗ്നചിത്രങ്ങൾ പ്രതികൾ പകർത്തിയതായി എഫ്ഐആറിൽ പറയുന്നു. കൂടാതെ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കൊച്ചി.